ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഫേസിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ സംഭവിച്ച് ഞാൻ മുടി വെട്ടിയിട്ട് ആകെ ഒതുക്കിയിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ മുടി വെട്ടുന്നത്. സോ പലർക്കും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുന്നത്. ഭയങ്കര വിറ്റായിരുന്നു മുടി വെട്ടിയതിന് ശേഷം. വീട്ടിലൊക്കെ വന്ന് കയറിയിട്ട് ആകെ പൂര ചെറിയായിരുന്നു ഉമ്മയും വൈഫും പെങ്ങളൊക്കെ എന്താ കാട്ടിക്കൂട്ടി നീച്ചിട്ട് ഉപ്പാടെന്നാണ് ഈ ചീത്തയും കേട്ടു. അപ്പോൾ അങ്ങനെ മുടി വെട്ടുന്നത് തീരെ ഇഷ്ടമല്ല. കമൻറ്റിൽ അറിയിക്കി എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിവിക്കിൻ്റെ ഫുൾ വീഡിയോ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇക്ക സിവിക്കിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുമോ, ഫുൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ള ഫുൾ എന്തൊക്കെ മോഡ്സ് കയറിയിട്ടുള്ള ഒരു വീഡിയോ ഇടാൻ പറ്റുമോ ചോദിച്ചു. അവൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ചാനലിൽ തന്നെയൊക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് വീഡിയോസ്, നമ്മുടെ വേണ്ട മോഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലേക്ക് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ആലോചിച്ചു, കാരണം എനിക്കും ഓർമ്മയില്ല ഏത് വീഡിയോയിലാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞേക്കുന്നത്, ഏത് വീഡിയോയിലാണ് ഉള്ളത് എന്നുള്ളൊരു ഓർമ്മ എനിക്കുമില്ല. അപ്പം കുറേ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, കാണാനായിട്ടാവും, ചിലപ്പോൾ കുറേ മുന്നൊക്കെ ആയിരിക്കും. സോ കാണാനായിട്ടാവും. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ സിവിക്കിൻ്റെ ഫുൾ വീഡിയോ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ള ഫുൾ മോഡ്സ് എന്തൊക്കെ കയറിയിട്ടുള്ളൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ വീഡിയോ അതായിരിക്കും. വണ്ടി ആ കച്ചറായിട്ട് എടുക്കുകയാണ്, അതൊന്നും നോക്കണ്ട. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ ഷെഡിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് ചളിയും കാര്യങ്ങളും ഉണ്ട്. വളരെ AC-യുടെ ചെറിയൊരു വർക്ക് പെൻഡിങ് ഉണ്ട് വണ്ടിക്ക്. AC വർക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓണാക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് AC ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് AC കൂളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫാനിനാണ് കംപ്ലയിൻറ്റ് എന്ന് മനസ്സിലായി. അതായത് നമ്മുടെ AC-ക്ക് ഒരു ഫാൻ വരുന്നുണ്ട്. സിവിക്കിന് 2 ഫാനാണ് വരിക. സോ അതിലൊരു ഫാന് കംപ്ലയിൻ്റ് ഉണ്ട്. സോ അത് മാറ്റാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പാർട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളത് ക്ലിയർ ആക്കുന്നുണ്ട്. വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് അപ്പുറത്തോട്ട് മാറ്റിയിടാം. ഫുള്ള് വെളിച്ചുള്ളടത്ത് മാറ്റിയിട്ടിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കി നോക്കാം. യെസ്, നമ്മൾ വണ്ടി ഇപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ പുറത്തിറങ്ങിയിട്ട് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. വണ്ടിയുടെ മുകളിൽ കച്ചറ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് അധികം കച്ചറായിട്ട് കിടക്കുന്നുണ്ട് വണ്ടി. കുറച്ചധികം കച്ചറായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ബ്ലാക്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഫുള്ള് പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. റെഡ് ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ എന്തൊക്കെ മോഡ്സ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്ലാക്കിൽ ഞാൻ ഇട്ടിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ചെക്ക് ചെയ്ത് നോക്കാമെന്ന് കുറേ വീഡിയോ മേലേക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. സോ അതാണ് കേട്ടെ. എന്തായാലും നമുക്ക് തുടങ്ങാം. വണ്ടി എന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോണ്ടർ ലോഗോ എന്ന് തന്നെ തുടങ്ങാം. ഈ ലോഗോ ആഫ്റ്റർ മാർക്കറ്റ് വരുന്നതാണ്. ഇത് 3 പീസാണ് വരിക. ഫ്രണ്ട് അതുപോലെ ബാക്ക് നമ്മുടെ സ്റ്റീറിങ്ങിൻ്റെ മുകളിലുള്ള ചെറിയൊരു ലോഗോ. അങ്ങനെ 3 പീസിലാണ് ഈ ലോഗോ വരിക. ബോഡി കിറ്റ്സ് വന്നിട്ട് ടൈപ്പ് ആറിൻ്റെ ബോഡി കിറ്റ്സ് ആണ്. ഫ്രണ്ട് ബമ്പർ അതുപോലെ ബാക്ക് ബമ്പർ, സൈഡ് സ്കേർട്ട്, ഇത് 3ഉം കൂടെ ഇൻക്ലൂഡ് ആയിട്ടാണ് ബോഡി കിറ്റ്സ് വരുന്നത്. ആൻഡ് ഇത് ABS അല്ല, ഇത് ആക്ച്വലി PP എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമ്മുടെ ഫൈബറിനേക്കാളും കുറച്ച് മേലെ ABS-നേക്കാളും താഴെ നിൽക്കുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. എന്നാൽ ABS-ൻ്റെ അത്ര ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ടാവില്ല, ABS-ൻ്റെ അത്ര പ്രൈസും കാര്യങ്ങളും ഉണ്ടാവില്ല. എന്നാലും ഇത് കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ്. ഞാൻ അവിടെ എല്ലാം പോയിട്ട് തട്ടലും മുട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ ചെറുതായിട്ട് കിറ്റ് വിടുക എന്നല്ലാതെ വേറെ പൊട്ടലോ റിസ്ക്കോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ബഡ്ജറ്റ് നോക്കിയിട്ട് മോഡിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് എടുത്തിടാൻ പറ്റിയൊരു മെറ്റീരിയലാണ് PP കിറ്റ് കേട്ടോ. നോർമലി എല്ലാവരും പറയുന്നത് PP പെട്ടെന്ന് പൊട്ടും എന്നൊക്കെയാണ് പറയുക. പക്ഷേ വലിയ വള്ളി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫൈബർ പോലെ വലിയ വള്ളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തട്ട് കെട്ടിയാൽ തന്നെ ഭയങ്കരമായിട്ട് പൊട്ടും. ആരെയും ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ PP ചെയ്യായിരിക്കും ബെറ്റർ. ഓക്കെ, അതായത് ബഡ്ജറ്റായിട്ട് എന്നാൽ നല്ല ബഡ്ജറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ABS കിറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനും അടിപൊളിയാവും. ഞാൻ ആക്ച്വലി ABS കിറ്റ് ഇടാഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ABS ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് ABS കിട്ടിയില്ല, മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല ABS കിറ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. പിന്നെ അതിന് ശേഷം മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ABS കിറ്റ്, പക്ഷേ നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എടുക്കുക എന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ നിർത്തിയതാണ് കേട്ടോ. ABSക്ക് ചേഞ്ച് ആക്കണം ഇൻഷാല്ലാ, അത് വഴിയേ വരും. ഈ ഒരു ഗ്രില്ലുണ്ടല്ലോ, ഈ ഒരു ഗ്രില്ല് വന്നിട്ട് നമ്മുടെ ABS കിറ്റിൽ അത് സെപ്പറേറ്റാണ് വരിക. അപ്പോൾ ആ ഒരു ABS കിറ്റിൽ ഈ ഒരു ഗ്രില്ല് സെപ്പറേറ്റ് വരുന്നതുകൊണ്ട് എന്ത് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രില്ല് മാത്രമായിട്ട് ചേഞ്ച് ആക്കാൻ പറ്റും. പല ഗ്രിൽസും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. സോ ആ ഗ്രിൽസ് എല്ലാം നമുക്ക് ABS കിറ്റാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. ഇത് പല ഷേപ്പിലേക്ക് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അതാണ് ABSലുള്ള ഉപകാരം. ഇതിലാകുമ്പോൾ അങ്ങനെ പറ്റില്ല. ഇതെല്ലാം ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത് PP കിറ്റിൽ.
സോ അതുകൊണ്ട് അത് പറ്റില്ല. ABS ആകുമ്പോൾ അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പിന്നെ നോർമലി ടൈപ്പ് ആർ കിറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫ്രണ്ടിലൊരു സ്കേർട്ട് വരും. ആ ഒരു സ്കേർട്ട് ഇതിൽ ബോഡി കിറ്റിൽ അവൈലബിൾ അല്ല, PP അവൈലബിൾ അല്ല. നമുക്ക് ഫൈബറിലെല്ലാം പലരും ഇപ്പോൾ ഒരുപാട് വണ്ടികളിലൊക്കെ ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫൈബറിൽ ചെയ്ത ബുദ്ധിമുട്ട് ഇതാണ്, പെട്ടെന്ന് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ലിപ്പിൽ വേറൊരു പ്ലാനാണ്, ആ ഒരു പ്ലാനിലേക്ക് നമുക്ക് എത്തിപ്പെടാതെ വരെ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതും ഈ പറയുന്ന പോലെ ABS എടുക്കുന്ന സമയത്ത് നമുക്ക് വഴിയെ ചെയ്യണം. PP കിറ്റിൽ നമ്മുടെ സൈഡ് സ്കേർട്ട് വരുന്നത് നമ്മുടെ മ്യൂഗൻ്റെ സൈഡ് സ്കേർട്ടാണ് വരുന്നത്. ടൈപ്പ് ആറിൻ്റെ സൈഡ് സ്കേർട്ട് ആക്ച്വലി ഇങ്ങനെയല്ല, വേറൊരു ഷേപ്പിലാണ്, ഇങ്ങനെ പതിഞ്ഞ് വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് ആയിട്ടുള്ളൊരു ഷേപ്പിലാണ്. എനിക്കും ആ ഒരു സ്കേർട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഈ ഒരു PP കിറ്റിൽ നമുക്ക് അന്ന് ഇതാണ് നമുക്ക് കിട്ടിയത്. സോ PP കിറ്റിൽ ഇതാണ് വരുന്നത്, നമ്മൾ മ്യൂഗൻ്റെ സൈഡ് സ്കേർട്ടാണ് വരുന്നത്. അതുകൊണ്ട് അതങ്ങനെ ഇട്ടു എന്നുള്ളൂ കേട്ടോ. ബാക്ക് ബമ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ടൈപ്പ് ആറിൽ വരുന്ന ബാക്ക് ബമ്പേഴ്സ് കേട്ടോ. ചിലയിട്ടൊക്കെ എടുക്കണം, അതൊന്നും നോക്കണ്ട. പിന്നെ ബാക്ക് ബമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ബാക്ക് ബമ്പർ. ABS ബാക്ക് ബമ്പറിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്തെ ഡിഫ്യൂസർ ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് വരും. അത് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം മാർക്കറ്റിൽ ഒരുപാട് ഡിഫ്യൂസർ കിട്ടാണ്ട് സൈഡിലേക്കെല്ലാം കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കണ ഒരുപാട് ഡിഫ്യൂസർ നമുക്ക് അവൈലബിൾ ആണ്. അത് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ABS കിറ്റിൽ അങ്ങനെ സെപ്പറേറ്റ് വരുന്നത്. സോ ഞാൻ ഫ്രണ്ട് കിറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡിഫ്യൂസറും നമുക്ക് ABS കിറ്റിൽ നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും. ഒരുപാട് കാർബൺ ഫൈബർ ഡിഫ്യൂസേഴ്സും ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. സോ അതൊക്കെ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നേക്കണത്. ഈ PP കിറ്റിലാവുമ്പോൾ ഇതിങ്ങനെയാണ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരിക. ഇത് മാത്രമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് മാത്രം. പിന്നെ PP കിറ്റ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ കാരണം ഞാൻ ആക്ച്വലി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു സ്ക്രാച്ച് കണ്ട. ഞാൻ ആക്ച്വലി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു മതിലിൻ്റെ മുകളിൽ പോയിട്ട് കയറിയതാണ്. അത്യാവശ്യം കനത്തിലാണ് പോയി കയറിയത്, കാരണം ഇവിടുത്തെ പെയിൻറ്റ് വരെ ഇളകിയിട്ടുണ്ട്. എന്നിട്ടും ബോഡി കിറ്റ് പൊട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ് PPയിൽ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ PP ആണെന്നുണ്ടെങ്കിലും ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ അത് ഫൈബർ ആയിരുന്നെങ്കിൽ ആ ഒരു തട്ടിൽ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിട്ട് ആകെ അലമ്പായിട്ടുണ്ടാവും. പിന്നെ അത് നമ്മൾ പുട്ടിയെല്ലാം ഇട്ട് ഫുള്ള് പാച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വന്നിരുന്നു. PP ആയതുകൊണ്ട് ഒരു ചെറിയ സ്ക്രാച്ചിൻ്റെ മുകളിൽ നിന്നുള്ളൂ, അതിന് നമുക്ക് ടച്ചപ്പ് ചെയ്ത് എടുക്കാനുണ്ട്. ഹെഡ്ലൈറ്റ്സ് വന്നിട്ട് പസാട്ടിൻ്റെ ഹെഡ്ലൈറ്റാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഹെഡ്ലൈറ്റ് ഇടുക. ചെറുതായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നുള്ളൂ. ഒരുപാട് ഈ ഹെഡ്ലൈറ്റ്സ് എല്ലാം റീസ്റ്റോർ ചെയ്യുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് എല്ലാം റീസ്റ്റോർ ചെയ്യുന്ന ഒരുപാട് ടീം ഉണ്ട്. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഈ ഫെയ്ഡൊക്കെ മാറി കിട്ടും. കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ടെന്നുള്ളൂ, അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാവുന്നുള്ളൂ. ഇവിടെ ഒരു ഡേ ടൈം ലൈറ്റ് വരുന്നുണ്ട്, ഇവിടെ ഒരു വൈറ്റ് ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ പ്രൊജക്ടർ വരുന്നുണ്ട്, നോർമൽ വരുന്നുണ്ട്. ഇത് ഹൈ ബീമും ഉണ്ട്, ലോ ബീമും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പസാട്ട് ഉണ്ടോ, ഇത് ആക്ച്വലി തൈവാൻ ഇമ്പോർട്ടാണ് ഈ ഹെഡ്ലൈറ്റ് വരുന്നത്. നോർമലി മാർക്കറ്റിലെല്ലാം ഈ ഹെഡ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഒരുപാട് ഹെഡ്ലൈറ്റ് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ പുതുതായിട്ട് തന്നെ വേറെയും ഒരു 2-3 ഡിസൈൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ പ്രൊജക്ടറെല്ലാം കൂടിയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. അതല്ലാതെ ഒരു ബ്ലാക്ക് ഫെയ്ഡോട് കൂടിയിട്ടൊരു ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കാർബൺ ഫൈബറിൻ്റെ ഹുഡാണ്. ഒറിജിനൽ കാർബൺ ഫൈബറാണ്, ഡിപ്പോ കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ഒരു രണ്ട് എയർ വെൻ്റ് ഉണ്ട്. ആക്ച്വലി ഇവിടെ 2 ലോക്സ് ഉണ്ട്. ഇത് ഫങ്ഷണൽ അല്ല, ഇത് ജസ്റ്റ് ഡമ്മിയാണ്. ഈ ഒരു ലോക്ക് വന്നിട്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫങ്ഷനിലാക്കാൻ പറ്റിയായിരുന്നു, പക്ഷേ എൻ്റെ കീയും കാര്യങ്ങളൊന്നുമില്ല, അതെല്ലാം മിസ്സായി. ഇപ്പോൾ തൽക്കാലം അത് ഡമ്മിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ബോണറ്റ് ഓപ്പൺ ആക്കണതെല്ലാം സ്റ്റോക്കായിട്ട് തന്നെയാണ്, നമ്മൾ തുറക്കുന്നതും അടക്കുന്നതല്ല. പെർഫോമൻസ് കാഴ്ചയിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സേഫ്റ്റി ലോക്കാണ് ഇത്. ട്രാക്സ്റ്ററിലെല്ലാം നിങ്ങൾ ഇതുപോലുള്ള ലോക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഡമ്മിയാണ്, ഫങ്ഷനിൽ വരുന്നുണ്ട്. ഈ സെയിം കാർബൺ ഫൈബറിൻ്റെ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് നമ്മുടെ ഫെൻഡറും ഇരിക്കുന്നത്. ഫെൻഡറും ഒറിജിനൽ കാർബൺ ഫൈബറാണ്. കുറച്ച് വൈഡായിട്ടുള്ളൊരു ഫെൻഡറാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുറച്ച് വൈഡായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് കാർബൺ ഫൈബർ അല്ലാതെയും നമ്മുടെ മെറ്റലിലും ഇതുപോലെ വൈഡായിട്ടുള്ള ആഫ്റ്റർ മാർക്കറ്റ് ഫെൻഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാർബൺ ഫൈബർ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മെറ്റലിൽ വരുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. ആ ഒരു വൈഡായിട്ടുള്ള ഫെൻഡറിന് സെയിം ലുക്കിൽ സെയിം ഡിസൈനിൽ തന്നെ മെറ്റലിൽ വരുന്നുണ്ട്. ബോണറ്റ്സും അവൈലബിൾ ആയിട്ടുണ്ട്, കാർബൺ ഫൈബറും ഉണ്ട്, അതുപോലെ തന്നെ മെറ്റലിലും ഈ ഒരു സ്കൂപ്പോട് കൂടിയിട്ട് ഒരുപാട് വരുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ കസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. പല ഡിസൈനിലും പല എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ സ്റ്റോക്ക് ഹുഡിൽ തന്നെ കസ്റ്റം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ട്. 2 ഫെൻഡറും കാർബൺ ഫൈബറാണ്. ഒരു തിളക്കം കണ്ട, വെയിലടിക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. ബ്ലാക്കിൽ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു ലുക്ക് തന്നെ ഉണ്ട്. കാർബൺ ഫൈബറിൽ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലിപ്പും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഡൗൺ ആവുകയും ചെയ്യും, കുറച്ചും കൂടി നൈസായിരുന്നു. എന്നാലും ഇത് ഓക്കെ ആണ്. പിന്നെ ABS എടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ലിപ്പും കാര്യങ്ങളൊക്കെ
നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീൽസ് ആഫ്റ്റർ മാർക്കറ്റ് ആണ്. വീൽസ് ഞാനിപ്പോൾ അടുത്ത് മാറ്റിയതാണ്. ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജിൽ എടുക്കുന്നുണ്ട്, പോയി ചെക്ക് ചെയ്ത് നോക്കാം. 4 വീൽസും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് ആക്ച്വലി 9.5J ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നോർമലി സ്റ്റാൻഡേർഡ് ലുക്കിൽ കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് നോർമലി ആൾക്കാർ ഇടുന്ന ഒരു സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ഇഞ്ചാണ് കൂടുതൽ ആൾക്കാർ ഇടാറ്. അതായത് 8Jയിൽ. നമ്മൾ 17 ഇഞ്ചിൽ 9.5ലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. അതായത് ആ ഒരു വൈഡ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ 17 ഇഞ്ച് ഇട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 17 ഇഞ്ചിൽ വേറെ തന്നെ ഒരു കംഫർട്ടും വേറെ തന്നെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ്. 18ലാവുമ്പോൾ കംഫർട്ട് ഇല്ല എന്നല്ല ഞാൻ പറയണത്, പക്ഷേ 18നേക്കാളും എനിക്ക് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള 17 ആണ്. ഇതിന് മുന്നേ നമ്മുടെ കയ്യിൽ റെഡിൽ ഉണ്ടായിരുന്നത് 18 ഇഞ്ച് ആയിരുന്നു. അതുപോലെ ടയേഴ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചൈനീസ് ടയേഴ്സ് ആണ്, ഒറിജിനൽ ബ്രാൻഡോ കാര്യങ്ങളൊന്നുമല്ല. ചൈനീസ് ടയറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 40 പ്രൊഫൈലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. വീൽസിൻ്റെ ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലരും ഞാൻ വീൽസ് മാറ്റിയ സമയത്ത് പലർക്കും ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞൊരു വീൽസാണിത്. ഇതിന് നമുക്കിനി കളർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വീൽസ് മാറ്റി എന്തെങ്കിലും ചെയ്യുക, അതെല്ലാം നമുക്ക് വഴിയേ ചെയ്യാം. സൈഡ് മിറേഴ്സ്, ഈ സൈഡ് മിറേഴ്സും ആക്ച്വലി ഒറിജിനൽ കാർബൺ ഫൈബർ ആണ്. സ്പൂൺ മിറർ എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ ഫൈബർ മെറ്റീരിയലും വരുന്നുണ്ട്, നമ്മുടെ ABS മെറ്റീരിയലിലും ഈ സ്പൂൺ മിററിൻ്റെ വരുന്നുണ്ട് കേട്ടോ. ഇത് കാർബൺ ഫൈബറിൻ്റെ ആയതുകൊണ്ട് കുറച്ച് എക്സ്പെൻസ് ഉണ്ട്. ഇതിൻ്റെ എക്സ്പെൻസ് കുറഞ്ഞത് ABSലും ഫൈബറിലും അവൈലബിൾ ആണ്. അതുപോലെ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ സൈഡിലൊരു സ്കൂപ്പ് ഉണ്ട്. ഇതിൻ്റെയും ABSും വരുന്നുണ്ട്, നമ്മുടെ ഫൈബറും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ പാർട്സുകളെല്ലാം വണ്ടിയിൽ കയറുമ്പോൾ വേറെ തന്നെ ഒരു വ്യത്യാസം കാണിക്കും വണ്ടിയിൽ. അതാണ് ഒരു സിവിക്കിൻ്റെ ഒരു പ്രത്യേകത. അതാണ് റെയിൻ ഗാർഡ് വരുമ്പോൾ സിവിക്കിന് വേറൊരു വൃത്തിയാണ്. റെയിൻ ഗാർഡ് ചെയ്യണമെന്നുണ്ട് എനിക്ക്. ഞാൻ നല്ലൊരു റെയിൻ ഗാർഡ് കിട്ടിയിട്ടില്ല. നമ്മുടെ ഇവിടെ നോർമലി എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ ആ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഒരുപാട് റെയിൻ ഗാർഡ് നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളത് പുറത്ത് വരുന്നുണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് റെയിൻ ഗാർഡ് ചെയ്യാത്തത്. നല്ലൊരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് ചെയ്യണം. സൺറൂഫ് ആഫ്റ്റർ മാർക്കറ്റ് ആണ്. ഫുള്ള് ഉള്ളിലോട്ട് പോണതല്ല, ഇത് മേലേക്ക് പുറത്തോട്ട് വരുന്ന സൺറൂഫാണ്. 2 സ്റ്റെപ്പായിട്ട് ഇത്രയും തുറക്കും ഇത്രയും തുറക്കും, അങ്ങനെ മേലോട്ട് ഇങ്ങനെ കയറി നിൽക്കും. ഇപ്പോൾ വർക്കിംഗ് അല്ല. നമ്മൾ പെയിൻറ്റിങ്ങിന് കയറ്റിയ സമയത്ത് അതിൻ്റെ വയറിങ്ങിന് എന്തോ ഒരു ഇഷ്യൂസ് വന്നിട്ട് വർക്ക് ആവണില്ല. അത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അത് വർക്കിംഗ് ആക്കാനുണ്ട്. ഫ്യൂവൽ ക്യാപ്പ് ഉണ്ട്. ഈ ഫ്യൂവൽ ക്യാപ്പ് ആക്ച്വലി നമ്മുടെ സ്റ്റോക്ക് ക്യാപ്പിൻ്റെ മുകളിൽ നമ്മൾ കാർബൺ ഫൈബർ ചെയ്തെടുത്തേക്കാണ്. കാർബൺ ഫൈബർ ട്രിം ചെയ്തെടുത്തേക്കാണ്. ഞാൻ അത് നാട്ടിൽ നിന്ന് ഇതാണ്. നമുക്ക് കാർബൺ ഫൈബറിൽ ഏത് പാർട്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഒറിജിനൽ കാർബൺ ഫൈബർ ആണ്, ഡിപ്പിംഗ് അല്ല. നോർമലി പല വണ്ടികളിലും നമ്മൾ ഡിപ്പിംഗ് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് ഡിപ്പിംഗ് അല്ല, ഒറിജിനൽ കാർബൺ ഫൈബർ ആണ് കേട്ടോ. നമ്മുടെ ബാക്ക് വീൽസ് വരുന്നത് ബ്രേക്സും കാര്യങ്ങളൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ സ്പോയിലർ തന്നെയാണ്. ഇത് ആക്ച്വലി JS റൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പോയിലറാണ്. നമ്മുടെ ഇരിക്കുന്നത് ഒറിജിനൽ കാർബൺ ഫൈബർ ആണ് കേട്ടോ. ഫൈബറിലും ABSലും സെയിം ഡിസൈനിൽ തന്നെ സ്പോയിലേഴ്സ് അവൈലബിൾ ആണ്, പക്ഷേ ഇത് കാർബൺ ഫൈബർ ആണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാർബൺ ഫൈബർ എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഈ സൈഡിലുള്ള ഈ ഒരു പീസെല്ലാം കാർബണിൽ വരുന്നതാണ് കേട്ടോ. നമുക്ക് വേറെ തന്നെ മനസ്സിലാവും. ഡിപ്പിംഗ് അല്ല, ഡിപ്പിംഗ് ആണെന്ന് വിചാരിക്കേണ്ട, ഒറിജിനൽ കാർബൺ ഫൈബർ ആണ്. ഡിക്കിയും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിക്കിയും ആക്ച്വലി ഒറിജിനൽ കാർബൺ ഫൈബർ ആണ്. ഡിപ്പിങ്ങോ കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ചളിയായിട്ടിരിക്കുന്നതുകൊണ്ട് മനസ്സിലാവാത്താവും. വെയ്റ്റ്ലെസ് ആണ്. കാർബൺ ഫൈബർ മെറ്റീരിയലിൻ്റെ ഒരു ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ്ലെസ് ആണ്. കൂടുതൽ ഈ പെർഫോമൻസ് കാർസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അൺബ്രേക്കബിൾ ആണ്. അങ്ങനെ പെർഫോമൻസ് ചെയ്യുന്ന വണ്ടികൾക്കൊക്കെ കൂടുതൽ ഉപകാരമുള്ളൊരു മെറ്റീരിയലാണ് ഈ കാർബൺ ഫൈബർ. ലോഗോയുടെ കാര്യം പറഞ്ഞല്ലോ, 3 പീസ് വരിക, ഫ്രണ്ടും ബാക്കും സ്റ്റിയറിങ്ങും. അതിലൊരു പീസാണ് കേട്ടോ ഇത്. ഫ്രണ്ട് ലോഗോ കുറച്ചും കൂടെ വലുതാണ്, അതിനൊക്കെ കുറച്ച് ചെറുതാണ്. ബാക്ക് ലോഗോ അതിനൊക്കെ ഭയങ്കര ചെറുതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ലോഗോ. ടൈലൈറ്റ്സ് കണ്ടോ, ആ ഒരു സ്മോക്ക് ഫിനിഷിങ്ങിലാണ് നമ്മുടെ ടൈലൈറ്റ്സ് വന്നിട്ടുള്ളത്. ആഫ്റ്റർ മാർക്കറ്റ് ടൈലൈറ്റ്സ് ആണ്. ഇതിൻ്റെ 3 കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സ്മോക്ക് ഉണ്ട്, അതുപോലെ റെഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ഒരു ഫിനിഷിങ്ങിൽ വരുന്നുണ്ട്. ഒരു ക്രോം ഫിനിഷ് പോലെ. പാർട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിക്കിന് ഒരുപാട് പാർട്സ് കിട്ടും കേട്ടോ. എക്സോസ്റ്റ് ആക്ച്വലി നമ്മുടെ ഓട്ടോമാറ്റിക്കിൻ്റെ എക്സോസ്റ്റ് ആണ്. ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഹെഡർ ചെയ്തിട്ടുള്ള കസ്റ്റമാണ്. കസ്റ്റം ഹെഡറിൽ നിന്ന് പിന്നെ താഴ്ന്നങ്ങോട്ട് ഫുള്ള് ഈ ബാക്ക് വരെ ഫുള്ള് നമ്മുടെ ഓട്ടോമാറ്റിക്കിൻ്റെ എക്സോസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ ഒരു പ്ലേറ്റ് കാണുക, സറൗണ്ട് ചെയ്തിട്ട് ഇത് ആക്ച്വലി ഷോക്ക് വെക്കുന്നതാണ്. അതിൻ്റെ ലോവർ ആമിൻ്റെ പീസിൽ ഷോ പീസും വരുന്നുണ്ട്. ഫംഗ്ഷനിൽ നമ്മുടെ ലോവർ ആം മാറ്റിയിട്ട് ഒരു അലുമിനിയം ഫിനിഷിൽ വരിക. വെയ്റ്റ്ലെസ് ആയിരിക്കും. അത് കുറച്ചുകൂടിയും പെർഫോമൻസ് അതിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നല്ല ക്വാളിറ്റി ആയിരിക്കും. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ ഷോ പീസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ അയച്ചു വെച്ചതാണ്. ഒരു പീസ് അയഞ്ഞു പോയിട്ട് മറ്റേ പീസ് അയച്ചു വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ 2 ലോവർ ആം എടുക്കുന്നുണ്ട്. 2 സൈഡിൽ ആമിൻ്റെ മുകൾക്കും കൊടുക്കും. നല്ല വൃത്തിയാണ് ബാക്കിൽ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ കയറി കിടക്കുന്നൊരു ഗോൾഡ് കണ്ടോ, അതിങ്ങനെ താഴത്തേക്ക് ഉണ്ടാകുന്നത്. അത് നമ്മൾ വണ്ടി താഴ്ത്തിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ റോട്ടിൽ തട്ടുമ്പോൾ സ്പാർക്ക് വരും ഇങ്ങനെ ബാക്കിൽ കൂടെ.
അത് ഭയങ്കര രസമാണ് കേട്ടോ. അത് പണ്ടൊക്കെ അങ്ങനെ കൊണ്ട് നടന്നിരുന്നു, താഴ്ത്തിയിട്ടിട്ട് ഈ സാധനം റോട്ടിൽ ഇങ്ങനെ തട്ടുമ്പോൾ സ്പാർക്ക് ഇങ്ങനെ വരും. അതൊക്കെ ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത്. അപ്പോൾ ഇത്രയും മോഡ്സാണ് നമ്മുടെ പുറത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡോറ് തുറക്കുകയാണെങ്കിൽ തന്നെ വണ്ടി ഇൻറ്റീരിയറും ചിലപ്പോൾ കുറച്ച് ചെറിയ എടുക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ റീപെയിൻറ്റ് ചെയ്ത് ബ്ലാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിന് മുന്നേ റെഡ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഫുള്ള് റെഡായിരുന്നു, അതെല്ലാം റീപെയിൻറ്റ് ചെയ്ത് നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്ലോസിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ പീസ് നമ്മൾ ഗ്ലോസിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം റെഡായിരുന്നു കേട്ടോ. കഴിഞ്ഞ നമ്മുടെ റെഡിലുണ്ടായിരുന്ന സമയത്ത് വണ്ടി കണ്ടവർക്ക് അറിയാൻ പറ്റും, ഇതെല്ലാം റെഡായിരുന്നു. റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലായിരുന്നു നമ്മുടെ വണ്ടി കിടന്നിരുന്നത്. ഓക്കെ, പിന്നെ മെയിനായിട്ടുള്ള പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് വീലാണ്. ഇത് ആഫ്റ്റർ മാർക്കറ്റാണ്, കാർബൺ ഫൈബർ സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെയും അതുപോലെ ഈ പീസിലും ഒറിജിനൽ കാർബൺ ഫൈബറാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് അൽക്കന്താറ മെറ്റീരിയലാണ് ഇത് വരുന്നത്, ലെതറല്ല. നോർമൽ ലെതറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് ഒറിജിനൽ അൽക്കന്താറയാണ് കേട്ടോ. കണ്ട നാശമായ പോലെ തോന്നും, പക്ഷേ ഇതിങ്ങനെയാണ്, കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇത് കുറേ ആയി യൂസ് ചെയ്യുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫെയ്ഡ് പോലെ തോന്നിയിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് മൊത്തം നമ്മൾ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം റെഡായിരുന്നു. അതിന് മുന്നേ കമ്പനി വരുന്നത് ഒരു ബീച്ച് ഫിനിഷിലാണ്, ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. വണ്ടി ചേഞ്ച് ചെയ്ത സമയത്ത് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ റെഡിലുണ്ടാകുന്ന സമയത്ത് ഫുള്ള് റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലായിരുന്നു കേട്ടോ. ആൻഡ് എല്ലാം ഡാഷ്ബോർഡ് എല്ലാം കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡ് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെയൊക്കെ റെഡായിരുന്നു, അതെല്ലാം ചേഞ്ച് ചെയ്ത് ബ്ലാക്ക് ആക്കി. പിന്നെ ഈ സ്റ്റീരിയോ നമ്മൾ വേറെ വെച്ചതാണ്, ആഫ്റ്റർ മാർക്കറ്റാണ്. ഇത് ആക്ച്വലി 10 ഇഞ്ചാണ്. പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റീരിയോൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് ഈ ഒരു പീസ്. ഓക്കെ, ഇതിൻ്റെ നോർമൽ സ്റ്റോക്ക് സ്റ്റീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സ്ക്രീനും ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ആവും. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നേ. ഇതിന് മുന്നേ നമ്മുടെ വേറെ സ്റ്റീരിയോ ആയിരുന്നു, ഒരു 87 ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു സ്റ്റീരിയോ ആയിരുന്നു. അതിന് മുന്നെയാണ് സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഒരു 10 ഇഞ്ചിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് കുറേ ആയിട്ടാണ്, ഒരു 3 വർഷത്തോളം ഉണ്ടാവും. പിന്നെ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ മീറ്റേഴ്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഡെഫിൻ്റെ ഒരു മീറ്റർ ഉണ്ട് ഇവിടെ ഒരു RPM മീറ്റർ ഉണ്ട്, പിന്നെ എയർ സസ്പെൻഷൻ്റെ കൺട്രോളുണ്ട്. അപ്പോൾ ഇതെല്ലാം ആഫ്റ്റർ മാർക്കറ്റാണ്. ഈ മീറ്റേഴ്സ് എല്ലാം ആഫ്റ്റർ മാർക്കറ്റാണ്. RPM ഉണ്ട്, ബാറ്ററി ഉണ്ട്, നമ്മുടെ ഹീറ്റ് അറിയുന്ന മീറ്റർ ഉണ്ട്, ഇതെല്ലാം ആഫ്റ്റർ മാർക്കറ്റാണ്. അപ്പോൾ ഇൻറ്റീരിയർ മൊത്തം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സീറ്റ്സ് വന്നിട്ട് നമ്മുടെ സ്റ്റോക്ക് സീറ്റ്സ് തന്നെ നമ്മൾ കസ്റ്റം ചെയ്തിട്ട് ബക്കറ്റ് സീറ്റ് ആക്കിയതാണ് കേട്ടോ. ഒരു സ്പോർട്ടി ഷേപ്പിൽ ചെയ്തെടുത്തതാണ്. ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് ഫിനിഷിൽ ആണ് നമ്മുടെ ബാക്ക് സീറ്റ്. ഒരു സെയിം റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ നമ്മൾ ബാക്ക് സീറ്റും ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻറ്റീരിയറിലെ വർക്ക് ഉള്ളത്. പിന്നുള്ളത് നമ്മുടെ ഗിയർ നോബ് വന്നിട്ടും ഒറിജിനൽ കാർബൺ ഫൈബറാണ്. ഇത് ആക്ച്വലി ഞാൻ ദുബൈയിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന് മുന്നേ നമ്മുടെ ഈ കാർബൺ ഫൈബർ ഉണ്ടായിരുന്നത് ബാങ്കോക്കിൽ നിന്ന്, തായ്ലാൻഡിൽ നിന്ന് മേടിച്ച ഒരു ഗിയർ നോബായിരുന്നു. അത് ഞാൻ മാറ്റിയിട്ട് മ്യൂഗൻ്റെ ഒരു ഗിയർ നോബ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, ദുബൈയിൽ നിന്ന് കൊണ്ടുവന്നാൽ ഞാൻ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഹെഡേഴ്സ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻടേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അലുമിനിയത്തിൻ്റെ ഇൻടേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിമോട്ടൻ്റെ മിനി ഫിൽറ്ററും ഉണ്ട്, മെയിൻ ഫിൽറ്ററും ഉണ്ട് കേട്ടോ. ഇത് രണ്ടും ആഫ്റ്റർ മാർക്കറ്റ് ഫിൽറ്റേഴ്സാണ്. മ്യൂഗൻ്റെ ഒരു ഓയിൽ ക്യാപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മോഡ്സാണ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ പറയാൻ മറന്നൊരു കാര്യമുണ്ട്, നമ്മുടെ എയർ സസ്പെൻഷൻ വന്നിട്ട് നമ്മുടെ നെസിയുടെ എയർ സസ്പെൻഷനാണ്. എയർ 1 പെർഫോമൻസിൻ്റെ എയർ സസ്പെൻഷനാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. കസ്റ്റം ചെയ്തിട്ട് ചെയ്യണതിൽ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ എയർ സസ്പെൻഷനാണ് കേട്ടോ നെസിയുടെ. അടിപൊളി സസ്പെൻഷനാണ്. ഞാൻ അത്യാവശ്യമായി ഇത് യൂസ് ചെയ്യുന്നു, കുറേ കൊല്ലത്തോളമായി യൂസ് ചെയ്യുന്നു. വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആകെ ഒരു വർഷം കൊണ്ട് ഞാൻ സ്ട്രട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രട്ട് മാറ്റാനായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ എയറിനോ അല്ലെങ്കിൽ വേറെ അവൻ ചെയ്തു തന്ന കാര്യങ്ങൾക്കോ ഇതുവരെ പ്രശ്നമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ വണ്ടറ ഫുൾ മോഡ്സ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പാർട്സോ അല്ലെങ്കിൽ മോഡ്സിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ മോഡിഫൈ ചെയ്യാനോ കസ്റ്റമർക്ക് ചെയ്യാനോ പാർട്സ് എടുക്കാനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഡൗട്ടാണെന്നുണ്ടെങ്കിലും വിളിച്ചോ, പാർട്സ് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചോ, മോഡ് ചെയ്യണമെങ്കിലും വിളിച്ചോ, എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.